ഒരു മാസം ഞങ്ങൾ ജോഡിയായിട്ട് അഭിനയിച്ച ഒരു പടമുണ്ട്. ഒരു മാസമായിരുന്നു ഷൂട്ടിംഗ് ഞങ്ങൾക്ക് കാട്ടിനകത്ത് പീരുമേട് കുട്ടിക്കാനം സൈഡിൽ. ഏത് പടം? ഇന്ദ്രിയം. ഓർമ്മയുണ്ടോ? പിന്നെ ഇന്ദ്രിയം 25 വർഷമായി. കാര്യം അത് 2000-ലായിരുന്നു ഷൂട്ടിംഗ്. 2000 രണ്ട് സെഞ്ചുറീസിലായിട്ടായിരുന്നു തന്നെ ഷൂട്ടിങ്. ചില പടങ്ങൾക്ക് ഈ മാസം അടുത്ത മാസം ഷൂട്ട് ചെയ്യും, ചില പടങ്ങൾ ഈ വർഷം തുടങ്ങിയിട്ട് അടുത്ത വർഷം തീരും. ഇത് കഴിഞ്ഞ സെഞ്ചുറിയിൽ തുടങ്ങിയിട്ട് ഈ സെഞ്ചുറിയിലാണ് തീർന്നത്. 1900-ൽ തുടങ്ങി 2000-ൽ തീർന്നു. അങ്ങനത്തെ പടമാണ് ഞങ്ങൾ അഭിനയിച്ചത്. പക്ഷെ അതിനകത്ത് ഒരു മെമ്മറീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊരു ഏകദേശ സമയമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയൊന്നും ഓടിച്ച് തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എന്നെ കൊണ്ട് എന്ത് കോൺഫിഡൻസിലാന്ന് എനിക്കറിയത്തില്ല, ആ പീരുമേട് ഹിൽ സ്റ്റേഷൻ ആ വളവും തിരിവില്ലേ, നന്ദുവേട്ടൻ്റെ ഒരു റെഡ് കാറായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കാർ എന്നെ കൊണ്ട് ഓടിപ്പിച്ചു. എന്തായിരുന്നു ശരിക്കും ഇപ്പൊ ഞാൻ ചോദിക്കാണ്, അന്ന് ആ തോന്നിയ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഞാൻ ഒരു 3 ബെക്ക് അടിച്ചിരുന്നു. ഞാൻ പറഞ്ഞപ്പോ അവള് ലൊക്കേഷനിൽ വേറൊരു ലൊക്കേഷനിലോട്ട് ഷിഫ്റ്റിംഗ് ടൈം ആയിരുന്നു. അപ്പൊ എന്നെ നീ എടുക്കും, ധൈര്യമായിട്ട് എടുക്കും, കുഴപ്പമൊന്നുമില്ല, എടുക്കും, ഞാൻ എടുക്കില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നല്ലേ യദു, പിന്നെ ശരത്ത്, പിന്നെ ബോബൻ, നിശാന്ത് സാഗർ. സെക്കൻഡ് പടം. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സർക്കസ് പടം, മറ്റേ ജോക്കർ. നമ്മളവിടെ ഉള്ളപ്പോഴാണ്, നമ്മളെ കൂടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇയാള് ലോയിസ് സാറ് കാണണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ചെലവൊക്കെ നടന്നു. എന്നാ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തു വില്ലനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു. അന്ന് ഭയങ്കര രസമായിരുന്നു. ഞങ്ങള് താമസിച്ച സ്ഥലം, ഞങ്ങൾ ആണുങ്ങളൊക്കെ ഈ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിക്കുന്നത്. അപ്പം ഇടയ്ക്ക് നേരത്തെ ഷൂട്ടിംഗ് തീരുകയാണെങ്കിൽ ഞങ്ങൾ ഇവരെല്ലാം വിളിച്ചോണ്ട് വരും. എന്നിട്ട് അവിടെ ഫുള്ള് എൻ്റെ കാർ, അവിടെ സ്പീക്കറൊന്നുമില്ല, എൻ്റെ കാർ അവിടെ തുറന്നിട്ടിട്ട് അതിനകത്ത് ഫുൾ പാട്ടൊക്കെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവിടെ ആടിപൊളി ചാപ്പാടൊക്കെ വരുത്തി ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര രസമായിരുന്നു. ഒരു മാസം നമ്മള് ഭയങ്കര പിക്നിക് പോലെ. അതെ. അഭിനയമല്ലാതെ നമുക്ക് ചേട്ടന് ഇഷ്ടമുള്ള ഹോബീസ് എന്തൊക്കെ? പാടും. അല്ല, പാട്ട് ഞാൻ ഈ അങ്ങനെ പാടാൻ പോകുന്നില്ലല്ലോ. പാട്ട് പാടുന്നുള്ളത് അതിന്റെ കൂടെ ബാത്റൂമിൽ മൂളിപ്പാട്ട് പാടുന്നതാണ്. അത് ഹോബി എന്ന് പറയാൻ. പക്ഷെ നമ്മുടെ അന്ന് അമ്മയുടെ എല്ലാ ഷോയ്ക്കും ഞാൻ പാടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. അപ്പോ അതൊക്കെ ചെറിയ, അത് കുറച്ചു നേരമല്ലേ ഉള്ളു, കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ നേരം നമ്മളെ കൊണ്ടുള്ള അതിനുള്ള ആരോഗ്യം. പേരിന് വേണ്ടി യമുന ചേച്ചി ഉണ്ട് ഇവിടെ. അതെ അതെ, നമ്മൾക്ക് അങ്ങനെ ഒരു ഡാൻസ് വന്നാലും ചേട്ടൻ പാടുന്നു, യമുന ചേച്ചി ഡാൻസ്. അതെ.